അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സ്വാലിഹീൻ നിന്നുള്ള 50ാമത്തെ ബാബായിട്ട് ബാബുൽ ഖൗഫ്, അള്ളാഹുടേതായ പേടി. അതിനെ സംബന്ധിച്ച് വിവരിച്ചു വന്നിട്ട് കുറെ ഹദീസുകൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടായിരുന്നു. ഇന്ത്യ വിവരിക്കൊണ്ടത് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഒരു ഹദീസായിട്ട്. ആ ഹദീസിൽ അള്ളാഹു തആല അള്ളാഹുടെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണേണ്ടതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അപ്പോൾ ഈ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതായത് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുമ്പോൾ അത് നബി തങ്ങളെ മുട്ട, അതായത് ഈ അള്ളാഹുടെ കാണ്ട് എന്ന് ചൊല്ല ഈ സംഭവം ചൊല്ലതുക്ക് മുന്നോട് ഇന്ന് ബറകുള്ള ഒരു കാര്യങ്ങൾ ചൊന്നിട്ടായിട്ടിക്കട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ നബി തങ്ങൾ ചൊന്നിട്ടായിട്ടിക്കട് അതിനെ സംബന്ധിച്ച് ചൊല്ല. നബി ഈ ഹദീസിൽ ചൊല്ലത് മുഅ്മിനീങ്ങൾ അള്ളാഹുടെ ആഖിറത്തിൽ വെച്ച് കാണ്ട സംഭവമായിട്ടിക്കട. അപ്പൊ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചൊല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് ഒരാൾ ചൊല്ലുക, നബിയെ ഭയങ്കര കഷ്ട ദാരിദ്ര്യാണ്. പിന്നെ ഒരാൾ വന്ന് ചൊല്ല്, നബിയെ നമുക്ക് ഇങ്ങനത്തെ ഭാഗത്തേക്ക് പൂണു കൊത്തില്ല, അവിടെ തെരുളു കള്ളന്മാരെ ശല്യം പോണ്ട ആളുമാർ പിടിച്ച് പൈസ എല്ലാം ലൂട്ടിയാക്കിടാറ് എന്നുള്ളത്. അപ്പൊ അദീ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കേക്കിട്, നീന് ഹീറാൻ ചൊല്ല റായ നീന് കണ്ടേ, ഹീറാൻ ചൊല്ല റായ നീ കണ്ടേ? അത് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് അത്ര ദൂരത്തുള്ള ആ റായ, അവിടെ നിന്നുള്ള അവിടെ അങ്ങനത്തെ ഒരു റായ ഉണ്ട്. അപ്പൊ നിന്റെ ആയുസ് നീണ്ടി കിട്ടിത്തിന് കണ്ടെങ്കിൽ നബി തങ്ങൾ അയാളിട്ട് ചൊല്ലേ, നീന് അതാ അവിടെ ഒരു വണ്ടയുടെ മേലെ വണ്ടക്ക് ദൈക്കുള്ള ഒരു കട്ടിലിക്ക് വണ്ടൽ യാത്ര ചെയ്ത ആൾമാർ പെണ്ണുങ്ങളൊക്കെ പല കാലത്ത് വണ്ടയുടെ മേലെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ മേലെ ഒരു ഗൂട് പോലെ കെട്ടിട്ട് അതൊക്കെ ബിരി എല്ലാം ഇട്ടിട്ട് അങ്ങനെ യാത്ര ചെയ്യും. അപ്പൊ അത് കയറ്റിക്കിടിച്ചല്ല എന്തേ ഒട്ടക കട്ടിയിലും ചെല്ല്. അപ്പൊ അതിൽ യാത്ര ചെയ്ത ഒരു പെണ്ണ് അയിമ അവിടെ വന്നിട്ട് മക്കത്ത് വന്നിട്ട് തവാഫാക്കിയിട്ട് പോകും. അള്ളാഹുടെ സംബന്ധിച്ച് അല്ലാണ്ട് വേറെ ഒന്നിനും പേടിക്കേണ്ട ഒരു ഇതില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ലൂട്ടിക്കോറുള്ള ഉള്ളാറല്ലേ, ഏത് തയ്യിൽപ്പെട്ട തയ്യെ ചൊല്ല ആ കുടുംബത്തിൽപ്പെട്ട എന്താ പൂണ്ടങ്ങളെല്ലാം പിടിച്ച് പൈസ എല്ലാം ലൂട്ടിയാക്കിട ആളുമാറുള്ളവർ. അപ്പൊ അയാളെ മനസ്സിൽ അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, നിന്റെ ഹയാത്തിനും നീണ്ടും കണ്ടെങ്കിൽ കിസ്റബിന് ഹുർമുസ്, കിസ്റ രാജാവുടെ അവിടുത്തെ ഇതെല്ലാം പൊലിച്ച് അധികാരമെല്ലാം പൊലിച്ച് അതൊക്കെ മുസ്ലിമീങ്ങളെ കയ്യിൽ കിട്ടി നിക്ക് അങ്ങനത്തെ ഒരു കാലം പറവും. അത് ഈ രണ്ട് സംഭവം നടന്നതായിട്ട്. എന്നിട്ട് നബി തങ്ങൾ ചൊല്ല്, ഇനിയും നിന്റെ ആയുസ് നീണ്ട് നിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ബംഗാറും വെള്ളിയും കൈ നിറച്ച് പിടിച്ചോണ്ട് വരും, വന്നിട്ട് സദക്ക കൊടുക്കും, ആരും സ്വീകരിക്കും, ആള് കിട്ടലേ. ആരെയും അത് സ്വീകരിക്കൂ, ആള് കിട്ടല, അങ്ങനത്തെ കാലം പറവൂ. ആറ് ചൊല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്. എന്നിട്ട് നബി തങ്ങൾ ചൊല്ല്, ഇത് ബറവുള്ളതായിട്ട് ഇതിൽ ജണ്ട് ഇപ്പൊ നബി തങ്ങൾ 3 സംഭവം അവിടെ ചെന്നത്, ഇതിൽ ജണ്ട് നടന്നിട്ടായിരുന്നു. ഏത് കിസ്റ രാജാവുടെ അധികാരത്തെ പൊളിച്ച് അവിടുത്തെ മുസ്ലിമീങ്ങൾ അധികാരത്തെ പണ്ടേ എന്നുള്ള ആ സംഭവം നടന്നിട്ടായിരുന്നു. അതാ പിന്നെ ചൊന്നേന്ദ്രേ ഒരാൾ വന്നത് ദാരിദ്ര്യ കഷ്ടാണ്. പിന്നെ ഒരാൾ വന്ന് ചെന്നത് പൂണു തെരുവിൽ പോണു കൊന്നില്ല, ഇന്നറായത്ത് പോകുമ്പത്തു കള്ളന്മാര് ഉപദ്ര. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേന് കുറെ കാലം കഴിയുമ്പത്തു കിസ്റ രാജാവുടെ ആ അധികാരം മുസ്ലിമീങ്ങളെ കയ്യിൽ വരും. അപ്പൊ സമ്പത്തൊക്കെ കിട്ടും, ധാരാളം കിട്ടും. പിന്നെ തെരുവിൽ പേടി അങ്ങനത്തെ പേടിക്കേണ്ട, അതിപ്പല്ല കുറെ കാലം കൊല്ലും അത് നീങ്ങിപ്പോവും. എന്നിട്ട് നബി തങ്ങൾ ചൊല്ല, നിന്റെ അയാത്ത് നീണ്ടെത്തും കണ്ടെങ്കിൽ എന്താവും, കൈ നിറച്ച് ബംഗാറും വെള്ളി എടുത്തോണ്ട് വേണ്ടത് സദക്ക അങ്ങോട്ട് സ്വീകരിക്കുക ആളിക്കല. അത് ഇന്ന് ബറവുള്ള ഒന്നായിട്ട്, അത് ഇപ്പല്ല. ഇപ്പല്ല ബംഗാറ് ഭയങ്കര റേറ്റ് ജാസ്തി ആയിട്ടുള്ള അല്ലേ, അതല്ല ഇനി ബറവുള്ള. അത് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വേണ്ട കാലത്ത് മുട്ടാമ്പത്തും എന്നത് ബറവുള്ള ഒന്നായിട്ട്.
എന്താ എടുത്ത വേണ്ടേ സ്വീകരിക്കോ വേണ്ട നക്ക് അത്തേക്ക് ഇപ്പൊ കാലം നീങ്ങിയോട്ടുണ്ട്. പിന്നെ ആയിട്ട് നബി തങ്ങൾ ചൊല്ലേ ഏത് ഇതൊക്കെ നടന്നുകൊണ്ടുണ്ട് അവിടേക്ക് എത്തിയോണ്ടുണ്ട്. രണ്ട് സംഭവം നടന്നിട്ടായിട്ട് ഈ മൂന്നാമത്തെ നടക്കുള്ളത്. ഇനിയിപ്പൊ ഇതൊക്കെ ആ ഒരു സംഭവം എന്നിട്ടായിട്ട് നിങ്ങൾ എന്താ ഇന്ന് ബറകുള്ള കാര്യം നബി തങ്ങൾ ചൊല്ല് നിങ്ങളെ റബ്ബുടെ കാണുകൊണ്ടു. അള്ളാഹുടെയും അവന്റെ ഇടയിൽ തർജുമാനില്ല, ട്രാൻസ്ലേഷൻ ആക്കുക ആവശ്യമില്ല. പിന്നെ അള്ളാഹുടെ ഒരു മനുഷ്യൻ പലക്കറിയില്ല. നമുക്ക് ആ ഹദീസിലേക്ക് പ്രവേശിക്കാം. ഹദീസ് നമ്പർ 405. വൻ അദീബിന് ഹാത്തിമിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമു റബ്ബുഹു. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു ചൊല്ലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരാളും അള്ളാഹുടെ പലക്ക പറയാണ്ടില്ല. പലക്കറട്ടു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അള്ളാഹുവിന്റെ അവന്റെ ഇടയിൽ ഭാഷ ട്രാൻസ്ലേഷൻ ആക്കി കൊടുക്കേണ്ട ആൾമാരില്ല, തർജുമ ചെയ്യേണ്ടി കൊടുക്കേണ്ട ഇല്ല. നേരിട്ട് അള്ളാഹുടെ അങ്ങനെന്താക്കിടേറ്റിട്ട് പലക്ക പറയില്ല. ഇപ്പൊ മുഅ്മിനീങ്ങൾ അള്ളാഹുടെ സ്വർഗത്തിൽ വെച്ച് കാണാറുണ്ടും. അപ്പൊ കാണുമ്പോ അവിടെ റഷും ഇതൊന്നുമില്ല. എന്തേ കേട്ടെങ്കിൽ ആകാശത്തുള്ള സൂര്യനെ കാണുമ്പോൾ റഷ് ആക്കിടമാണ്, അല്ലെങ്കിൽ മാദത്തെ കാണുന്ന ഇവിടെ റഷ് കൂടുക ഇല്ല. അപ്പൊ അതേപോലെ അവിടെ കാണുക അള്ളാഹുടെ കാണുക ഇതില്ല, റഷ് എന്തോ ആവില്ല ആർക്കും. അതായത് അങ്ങനെ ഈമാന്റെ പവർ അനുസരിച്ച് അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധപ്പെട്ടത് ദുനിയാവിൽ എത്ര ഇബാദത്തുണ്ട് അതിനെ പവർ അനുസരിച്ചായിട്ട് അവിടെ ഉള്ളതായ സൗകര്യം. ഫയൻദുറു ഐമന മിൻഹു, അവന്റെ ബലഭാഗത്തേക്ക് അവൻ നോക്കട. ഫലായറ ഇല്ലാ മാ ഖദ്ദമ, അവൻ മുന്തി ചെയ്ത സാലിയായ അമലുകളെ അവിടെ കാണ്ടേ. വയൻദുറു അശ്അമ മിൻഹു ഫലായറ ഇല്ലാ മാ ഖദ്ദം, ഇടത്തെ ഭാഗത്ത് നോക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റായ കാര്യങ്ങളെ കാണ്ടേ. പിന്നെ വയൻദുറു ബൈന യദൈ, അവന്റെ എതിർഭാഗത്ത് അവൻ നോക്കട. ഫലായറ ഇല്ല നാറ തിൽക വജി, മുഖത്തെ എതിർല് ഏത് കണ്ട് നരകായിട്ട് കണ്ടേ. ഫത്തഖുന്നാറ വലൗ ബിശിക്കി തംറ, അതുകൊണ്ട് നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുള്ളവർ എവിടുത്തോളം ഒരു ഈത്തപ്പലത്തെ കീറ് കൊണ്ടെങ്കിലും, ഈത്തപ്പലത്തെ കീറിഞ്ഞെങ്കിൽ ഇടീ കാരക്കനിട്ട് സദക്ക് കൊടുക്കുകയില്ലെങ്കിൽ ഒരു കാരക്കുണ്ടെങ്കിൽ അതിന് പൂലെങ്കിലും കൊടുക്കണമെന്ന് മുത്തഫഖൻ അത്ര സദക്ക് കൊടുത്തിട്ടെങ്കിൽ. അപ്പോ ഇതിൽ എന്തായിട്ട് ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോജിസത്ത് അല്ലെ ബറകുള്ള കാര്യങ്ങൾ നബി തങ്ങൾ ചൊന്നത്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കുക ജാഗ്രതാക്കുക എവിടത്തോളം സദക്ക് കൊടുത്തിട്ടായിരിക്കും. അപ്പൊ ഇടി ഒരു കാരക്ക കൊടുക്കില്ലെങ്കിൽ ഒരു കാരക്കയുടെ പൂല് കൊടുത്തിട്ടെങ്കിലും അപ്പൊ സ്വാലിയായ അമലുകൾ ചെയ്യണം. ഇനൊരു കാലം ഉണ്ട്, ആ കാലത്തിൽ ഏതില്ല സദക്ക സ്വീകരിക്കുക ആളിക്കില്ല. അപ്പോ സാലിയായ സൽക്കർമ്മങ്ങൾ ഇപ്പമേ ചെയ്തുള്ളൂ എന്ന്. അപ്പൊ കാലം അവിടത്തേക്കായിട്ടിക്കിട്ട് നീങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ കാലം അങ്ങനെ ആയിട്ടിക്കിടും, സദക്ക കൊടുത്തെങ്കും എടുത്തോളൂ കാലില്ലാത്ത കാലം ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ സ്വാലിയായ ഈ ഹദീസിൽ നമുക്കുണ്ട്. അതുപോലെ സ്വാലിയായ അമലുകൾ കൂടുതൽ ചെയ്യണമെന്ന പ്രേരണയുണ്ട്. നരകത്തെ തൊട്ട് ജാഗ്രതാക്കിയുള്ളൂ. അപ്പൊ നരകത്തെ തൊട്ട് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യക്ക് കാവലാവിടെ ഒന്നായിട്ടിക്കത് സദക്ക എന്നുള്ളത്. അപ്പോ ഈത്തപ്പലത്തെ കീറ് കൊടുക്കണമെന്ന് ചൊന്നത് എന്ത് കേട്ടെങ്കിൽ അതൊരു പ്രത്യേക സദക്ക എന്നല്ല. ഇടി കൊടുക്കുകയില്ലെങ്കിൽ ഒരു പൂലെങ്കിലും കൊടുത്തിട്ടു അല്ലെ. പല കാലത്തൊക്കെ ഈ നോമ്പ് തറക്കിടനകത്ത് ഈത്തപ്പല അണ്ട് കൊറടിയായിട്ടിക്കണ മനുഷ്യന്മാർ തിന്നുക തന്നെ കൊറടി, അതുപോലെ പൈസ മനുഷ്യന്മാരെ കയ്യിൽ കൊറടി. അപ്പൊ ഒരു കാരക്കനെ പൂലാക്കിയിട്ടായിട്ട് ഇട്ടോണ്ടിരുന്ന. അപ്പൊ അത് കാരക്കനെ പൂലാക്കി കൊടുക്കുക എന്നത് അത് ഇടി കൊടുക്കുക തീരാത്തോണ്ടായിട്ട് കിടിച്ചത്. പല കാലങ്ങളൊക്കെ അത് ശരി ഇന്ന് അങ്ങനെയല്ല, ഇടി കൊടുക്കുക തീരെ ഇടി കൊടുക്കണം, ഇടി കാരക്ക കൊടുക്കുക. അപ്പൊ അതെന്താണെങ്കിൽ അത്തരെങ്കിൽ അത്തര സദക്ക കൊടുക്കണം, അത് നരകത്തെ തൊട്ട് കാവലായിട്ടിക്കട് എന്നായിട്ടിക്കട് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പട്ടെ. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാത് കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.